ഈ ദിവസമാണ് ചില മിഡ് ടൈം പോളുകൾ നടന്നു. പ്രധാനമായിട്ടും ബീഹാറിലെ ക്യാപിറ്റൽ സിറ്റിയായ പാറ്റ്ന, അവിടെ ബാക്കിപ്പൂർ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നഗര പ്രദേശമാണ്, അപ്പർ കാസ്റ്റ് വോട്ടുകളാണ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് മധ്യപ്രദേശിൽ, അവിടെയും കോൺഗ്രസ് ജയിച്ചു. മറ്റ് ഗുജറാത്ത് ഒഴികെ എല്ലായിടത്തും BJPക്ക് എതിരായിട്ട് വന്നു. നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളത് ബീഹാറിൽ പട്ന സിറ്റിയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന അർബൻ ക്ലാസ് മനസ്സിലാക്കുക. എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ്, അർബൻ ക്ലാസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നീറ്റ് എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സ് ഉള്ളത് ഈ പാറ്റ്നയിലാണ്. ഇവിടെ പ്രശാന്ത് കിഷോർ ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. മനസ്സിലാക്കുക, 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അപ്പം ഈ കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെയാണ് വെക്കേറ്റ് ചെയ്തത്? BJPയുടെ ഇപ്പോഴത്തെ നാഷണൽ പ്രസിഡന്റ് നിതിൻ നബീൻ, അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് 4ഓളം പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ജയിക്കുന്നതിന് മുമ്പ്, അദ്ദേഹം അവിടെ MLA ആകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു. ഏകദേശം 30 വർഷമായിട്ട് BJPയുടെ ഏറ്റവും വലിയ കോട്ടയാണ് ഈ ബാക്കിപ്പൂർ. മനസ്സിലായി, ഇത് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പട്ന സാഹിബ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ ചിലപ്പോൾ RJDയോ ലാലുവോ മറ്റുള്ളവരൊക്കെ ജയിച്ചാലും ഈ ബാക്കിപ്പൂരിൽ ഒരു കാരണവശാലും BJP അല്ലാത്തൊരു കാൻഡിഡേറ്റ് ജയിക്കത്തില്ല. ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കും. മനസ്സിലാക്കുക, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഏകദേശം 1 വർഷം പോലും അടുപ്പിച്ചില്ല. അവിടെ BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള നിതിൻ നബീൻ അവിടെ ജയിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. അതിൻ്റെ കാരണം എന്താ? കാരണം ഇന്ത്യയിലെ സിറ്റികളിൽ കൂടിയാണ് BJP വളരുന്നത്. അതിന് ഏറ്റവും BJP ഉപയോഗിച്ചൊരു ക്ലാസിക് ലാബാണ്, അതായത് ബീഹാറിൽ പ്രത്യേകിച്ച് പാട്നയ്ക്കകത്ത് ഈ ബാക്കിപ്പൂർ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അപ്പം അവിടെയുള്ള പല ജേർണലിസ്റ്റുകളോടും ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ അയോധ്യ, അതായത് റാം മന്ദിരത്തിൻ്റെ പ്രതിഷ്ഠയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന പാട്ന സിറ്റിക്കകത്തും ബാക്കിപ്പൂർ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തും ഈ ദീപാവലി പോലെയായിരുന്നു സെലിബ്രേഷൻ. അത്രമാത്രം ഹിന്ദുത്വ ലാബിന് വേണ്ടി ഉപയോഗിച്ച സ്ഥലമാണ്. പ്രത്യേകിച്ച് അപ്പർ കാസ്റ്റിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അവരാണ് നിർണായകമായിട്ടും തീരുമാനിക്കുന്നത്. BJPയുടെ കാൻഡിഡേറ്റായിട്ട് നീരജ് സിൻഹ എന്ന് പറയുന്ന ഒരു അപ്പർ കാസ്റ്റ് വരുന്നു, അപ്പുറത്ത് RJDയുടെ കാൻഡിഡേറ്റായിട്ട് ഒരാൾ വരുന്നു. അപ്പം മനസ്സിലാക്കുക, അവിടെ ഇതാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാറ്റമെന്ന് ഞാൻ പല വീഡിയോയിലും നേരത്തെ പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ സിറ്റികൾ, നഗരങ്ങൾ ചേഞ്ച് ആവുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇത് മുഴുവനും തള്ളാണ് നടക്കുന്നത്. ഈ മോദിയെ കൊണ്ടും ഈ പറയുന്ന BJPയെ കൊണ്ടും ഫർദറായിട്ട് പോകാൻ കഴിയില്ല. അവർ പറയുന്നത് കള്ളത്തരമാണ്. ഇവിടെ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് പുതിയതായിട്ട് നമ്മുടെ IT മന്ത്രി പറഞ്ഞു 20 ബില്യൻ്റെ ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ. അതും ചുമ്മാതെ കള്ളമാണ്, മുഴുവനും കള്ളമായി പറയുന്നത്. ജോബ് എവിടെയും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതായത് ചെറുപ്പക്കാരും അവരുടെ വീടുകളിലുള്ളവർക്കൊക്കെ പിടികിട്ടി, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ. അതായത് ഇനിയും ഈ പറയുന്ന മോദിയുടെ തള്ളും BJP പറയുന്നതും ഹിന്ദുത്വവാദങ്ങൾ തള്ളിക്കളയാം. അവർ പറയുന്നതൊന്നും പ്രായോഗികമായിട്ട് എവിടെയും നടക്കുന്നില്ല. ഗ്രൗണ്ട് സീറോയിൽ, അതായത് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നഗരപ്രദേശങ്ങളിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ പറയുന്ന CJP പ്രൊട്ടസ്റ്റുമായിട്ട് ഏറ്റവും കൂടുതൽ, അതായത് ഡൽഹിയേക്കാളും കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഈ പാട്നയിലും ബീഹാറിലുമാണ്. കാരണം വേറെ പ്രതീക്ഷയൊന്നും അവർക്കില്ല. കാരണം ഇത് ലീക്കാവുന്നു, അതാവുന്നു, ജോലിയില്ല. അവിടെ രണ്ടിടത്ത് ഈ ഡബിൾ എഞ്ചിൻ സർക്കാരാണ് ഭരിക്കുന്നത്. വളരെ നാളിന് ശേഷം BJP, അതായത് അവർ ഈ അലയൻസ് പാർട്ട്നേഴ്സുമായിട്ട് നിതീഷ് കുമാറുമായിട്ട് യോജിച്ചാണ് പോകുന്നത്. ഇപ്പോഴവർ BJP തന്നെ, സാവ്രാജ് ചൗധരി BJPയുടെ ആൾ തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അതാണ് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞത്, മോദിയുടെ തള്ളുകൾ ഫലിക്കുന്നില്ല. BJPയുടെ പല ലീഡേഴ്സും
അതായത് പേഴ്സണലായിട്ട് പരിചയമുള്ള പല ലീഡേഴ്സുണ്ട്. അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു മോദി മാറേണ്ട സമയമായി. ഞാൻ പറയുന്ന ചില MP-മാർ പേഴ്സണൽ ഇൻട്രാക്ഷനിൽ പറഞ്ഞതാണ്. അത് തന്നെ BJPക്കകത്തുണ്ടാവും. ബീഹാർ എന്ന് പറയുന്ന പ്രത്യേകിച്ച് പാട്ന സിറ്റി എപ്പോഴും, അതായത് ക്യാപിറ്റൽ സിറ്റി എപ്പോഴും BJPയുടെ കൂടെ നിൽക്കുന്ന സിറ്റിയാണ്. അതിനുശേഷമാണ് ഇത് ഗ്രാമങ്ങളിലോട്ട് പോകുന്നത്. എവിടെ തോറ്റാലും ഈ ബാക്കിപ്പൂരി തോക്കത്തില്ല, എന്തൊക്കെ പ്രശ്നമുണ്ടായാലും. അവിടെയാണ് ഈ 14,000 വോട്ടിന്, അതായത് ജൻ സുരാജ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിട്ട് 2 വർഷത്തിൽ കൂടുതലായിട്ടില്ല. അവിടെ അതാണ് പുതിയ സംഭവം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ പൊളിറ്റിക്സ് മാറുന്നു എന്ന് പറയുന്നത്. കോൺഗ്രസ് അല്ല ഇവിടെ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്നത്. അതാണ് ഈ CJPക്ക് ഇത്രയും പിന്തുണ കിട്ടിയത്. അതുകൊണ്ടാണ് ജൻ സൂരജ്, പ്രശാന്ത് കിഷോറിൻ്റെ പുതിയ പാർട്ടിക്ക് അവിടെ വിജയിക്കാനായത്. അതാണ് മാറ്റമെന്ന്. കാരണം BJPയെ ചലഞ്ച് ചെയ്യാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ കഴിയുന്നില്ല. അതായത് പാർലമെന്റിൽ മാത്രമല്ല, ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് ഇത് പറയാൻ കഴിയുന്നില്ല. ഇത് വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ പല മലയാളികൾക്കും ഇത് മനസ്സിലായിട്ടില്ല. പല മലയാളി കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ്സുകാർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയുടെ പൾസ് അറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടൊക്കെ പോയിട്ടുണ്ട്, ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ടോ, കോണ്ടാക്ട്സ് ഉണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കും. ഇപ്പോഴാണ് കാര്യങ്ങൾ BJP ലീഡേഴ്സിനും പിടികിട്ടിയത്. ഈ പറയുന്ന ജനഹിതം, അതായത് മോദിക്കെതിരെയാണ്. അതിനിടയ്ക്ക് മോദിയെ പിന്തുണച്ചുകൊണ്ട് NDTV ഒരു സംഭവം വരുന്നു. ഏറ്റവും വലിയ ടോൾ ലീഡർ, ഏറ്റവും കൂടുതൽ ഇന്നും ജെൻസിയുടെ അകത്ത് നിൽക്കുന്നത്, അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് മോദി. പച്ചക്കള്ളവാ. ജെൻസിക്കാരും മുഴുവനും മോദിയെ തെറിയാണ് വിളിക്കുന്നത്. കാരണം ഞാൻ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, പലയധികം കുട്ടികളുമായിട്ടും. അവർക്ക് മോദിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവർ പറയുന്നത് മോദിയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ലീഡറാണ്, എഡ്യൂക്കേഷൻ ഇല്ലാത്ത നേതാവാണ്, സർട്ടിഫിക്കറ്റ്, കള്ള സർട്ടിഫിക്കറ്റ് ഉള്ള നേതാവാണ്. അങ്ങനെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ വോട്ടേഴ്സ് ഇവരുടെയൊക്കെ ഒരു സർവേയിൽ പറയുമ്പോഴേ ചുമ്മാ പച്ചക്കള്ളമാണ് പറയുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് ബാക്കിപ്പൂർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി കാണിച്ചു കൊടുത്തു. ഏകദേശം 1 വർഷം പോലും ആയില്ല. എങ്ങനെയാണ് 39,000 വോട്ടുകൾക്ക് ജയിച്ച ഒരു കാൻഡിഡേറ്റ്, അവിടെ BJPയുടെ വലിയൊരു കാൻഡിഡേറ്റ് അവിടെ തോറ്റിട്ട് 14,000 വോട്ടിന് പുറകിൽ പോയി. പ്രശാന്ത് കിഷോർ എന്നൊരു പുതിയ നേതാവ് കയറി വന്നു, പുതിയ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ എന്താ ഇതിനകത്ത് അർത്ഥം വെക്കുന്നത്? അതായത് ഇന്ത്യയിലെ നഗരങ്ങൾ BJPയെ തുടച്ചു നിൽക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതായത് മോദി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സന്ദേശം. ഇത് BJPക്കും കൃത്യമായിട്ട് നേതാക്കൾക്ക് ബാക്കിപ്പൂർ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി പട്നയിൽ നിന്നും കൊടുക്കുന്ന സന്ദേശം കൃത്യമാണ്. മോദിയെ മാറ്റേണ്ട സമയമായി. കാരണം ഇരുന്ന് തുരുമ്പിക്കുക മാത്രമല്ല, കാരണം ഇന്ത്യയെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ BJPയുടെ ഹിന്ദുത്വ ലാബാണ് ഈ ബാക്കിപ്പൂർ. അവിടെ എങ്ങനെ ഇത്രയും വലിയ പരാജയം ഉണ്ടാവുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെയാണ് BJP അവരെ പിന്താങ്ങുന്ന, അതായത് ഇപ്പോൾ കുറച്ച് ആൾക്കാരെന്നെ തെറി വിളിക്കുന്നവന്മാരൊക്കെ ഉണ്ട്. അവർക്കും കുറച്ച് കഴിയുമ്പോൾ പിടികിട്ടും. അവരെന്നെ തെറി വിളിക്കുന്നവർ കുറച്ച് കഴിയുമ്പോഴേ കാര്യങ്ങൾ ബോധ്യമാകും. ഇത് മുഴുവനും കള്ളമാണ് മോദിയും കൂട്ടരും പറയുന്നത്. അത് ജനങ്ങൾക്ക് പിടികിട്ടാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ സംഭവം. അത് ഡൽഹിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു, പാറ്റ്നയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു, മറ്റുള്ള ഇന്ത്യൻ സിറ്റികളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് മോദിക്ക് പഴയ പോലെ കേക്ക് വോക്ക് അല്ല ഇന്ത്യയിൽ ഭരണം തുടർന്ന് കൊണ്ടുപോകാൻ. ജനഹിതം എതിരായിട്ട് വരുന്നു. വളരെ സിമ്പിൾ. പുതിയ പൊളിറ്റിക്കൽ പാർട്ടി എമേർജ് ചെയ്ത് വരും. CJPക്ക് പ്രാധാന്യം കൂടി വരും. ഇതേപോലെയുള്ള ജൻ സുരാജ്, പ്രശാന്ത് കിഷോർ എന്നുള്ളവർക്ക് പ്രാധാന്യം കൂടി വരും. മോദിയുടെ ഇമേജ് ഡിക്ലൈൻ ചെയ്ത് താഴെ പോകുന്നു. ഇതൊരു സന്ദേശവും മെസ്സേജ് തന്നെയാണ്. വളരെ കൃത്യമാണ്. ഈ പറയുന്ന മോദിയുടെ ഇമേജ് താറുമാറാകുന്നു. ജൻസിക്ക് യാതൊരു പ്രതീക്ഷയില്ല മോദി മാറേണ്ട സമയം കഴിഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞ വരാൻ പോകുന്ന വിൻ്റർ സെഷൻ്റെ അകത്ത് BJPക്ക് ഇത് അടിയുണ്ടാകും. ഉറപ്പായിട്ടും BJPക്ക് അത് പ്രശ്നം തന്നെയാണ്. ആ അടിയോടുകൂടി മിക്കവാറും മോദി തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ബാക്കി വെക്കാത്ത രീതിയിലുള്ള സന്ദേശമാണ് ബാക്കിപ്പൂരിൽ നിന്നും BJP നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്ന കടുത്ത സന്ദേശം.
ഇത് ഉൾക്കൊണ്ട് BJP പോയാൽ അവർക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ പറയുന്ന RSS പോലും ഇല്ലാതായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.